ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്, നമുക്ക് വേണ്ടി മരിക്കുവാൻ സ്വയം ഇറങ്ങി വന്നവനായ യേശുവിനെയാണ് യോഹന്നാൻ സ്നാപകൻ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ആ ഒരു യാത്ര മത്തായി നമ്മളെ കൈപിടിച്ചു കൊണ്ട് നടത്തുകയാണ്. അവൻ്റെ ജനനത്തിലൂടെ, അവൻ രാജാവാണെന്നുള്ള യാഥാർത്ഥ്യത്തിലൂടെ, 3-ാം അധ്യായത്തിൽ വരുമ്പോൾ അവൻ്റെ രാജ്യത്തെക്കുറിച്ചുള്ള പ്രഖ്യാപനത്തിലൂടെ. എന്ന് തന്നെയല്ല, ഈ 3-ാം അധ്യായത്തിൽ തന്നെ വീണ്ടും നമ്മൾ വായിക്കുമ്പോഴത്തേക്ക് 13-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ, അനന്തരം യേശു യോഹന്നാനാൽ സ്നാനമേൽക്കുവാൻ ഗലീലയിൽ നിന്ന് യോർദാനിൽ അവൻ്റെ അടുക്കൽ വന്നു. യോഹന്നാൻ അവനെ വിലക്കി, നിന്നാൽ സ്നാനമേൽക്കുവാൻ എനിക്ക് ആവശ്യം എന്ന് പറഞ്ഞു. യേശു അവനോട്, ഇപ്പോൾ സമ്മതിക്കുക, ഇങ്ങനെ സകല നീതിയും നിവർത്തിക്കുന്നത് നമുക്ക് ഉചിതമെന്ന് പറഞ്ഞു. എന്നാളെ അവൻ സമ്മതിച്ചു. യേശു സ്നാനമേറ്റ ഉടനെ വെള്ളത്തിൽ നിന്ന് കയറി. അപ്പോൾ സ്വർഗം തുറന്ന് ദൈവാത്മാവ് പ്രാവെന്ന പോലെ ഇറങ്ങി അവൻ്റെ മേൽ വരുന്നത് അവൻ കണ്ടു. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവങ്കൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദവും ഉണ്ടായി. ഇറ്റ് സെയ്സ് അബൌട്ട് ദ ബാപ്റ്റിസം ഓഫ് ജീസസ്. മത്തായി യോഹന്നാൻ്റെ കൈക്കീഴിലുള്ള യേശുവിൻ്റെ സ്നാനത്തിലൂടെ എന്താണ് നമ്മളെ പഠിപ്പിക്കാനായിട്ട് പരിശ്രമിക്കുന്നത്? ഇനിയിപ്പോൾ അല്ലെങ്കിൽ യേശു മനസ്സിലാക്കുകയാണ്, അവൻ്റെ രാജ്യത്വത്തിൻ്റെ കാഹളധ്വനി ഓൾറെഡി മുഴങ്ങിക്കഴിഞ്ഞു. ഇനിയിപ്പോൾ സമയമായി. എന്തിനു വേണ്ടി? രാജാവ് പ്രത്യക്ഷപ്പെടാനുള്ള സമയമായി. എന്നാൽ ബാപ്റ്റിസത്തിൽ അവൻ എങ്ങനെയുള്ള രാജാവാണ് എന്നുള്ളത് ജനങ്ങൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. സോ ജീസസ് ഈസ് കിങ്, ബട്ട് ഇൻ ഹിസ് ബാപ്റ്റിസം ഹി പ്രൊക്ലെയിംസ് വാട്ട് കൈൻഡ് ഓഫ് കിങ് ഹി ഈസ്. എങ്ങനെയുള്ള രാജാവാണ്? ലോകത്തിൽ ഇന്നുവരെ കണ്ടിട്ടുള്ള ഒരു രാജാവിനെ പോലെ അല്ല യേശു ഇറങ്ങി വരുന്നത്. എല്ലാ രാജാക്കന്മാരുടെയും പ്രത്യക്ഷത എന്ന് പറയുന്നത് ആരവാരത്തോടുകൂടെ വളരെ വാളെടുത്ത് മറ്റുള്ളവരെ കീഴ്പ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വരമായിരിക്കും. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. യേശു എന്ത് ചെയ്യാണ്? മുട്ടുമടക്കി തലകുമ്പിട്ട് വെള്ളത്തിലിരുന്ന് സ്നാനമേൽക്കുന്നവനായ ഒരു മനുഷ്യൻ്റെ, ഭൂമിയിൽ നിന്നുള്ള ഭൗമികനായ യോഹന്നാൻ എന്ന് പറയുന്ന ഒരു സാധാരണ മനുഷ്യൻ്റെ കൈക്കീഴിൽ സ്നാനമേറ്റുകൊണ്ട് യേശു പറയുകയാണ്, ഐ എം എ ഡിഫറെൻറ്റ് കിങ്. ഞാൻ വ്യത്യസ്തനായ ഒരു രാജാവാണ്. യോഹന്നാൻ വരണ്ടു പോയി. കാര്യം യോഹന്നാൻ ഒരിക്കലും അത് പ്രതീക്ഷിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ടാണ് അവൻ ചോദിക്കുന്നത്, നീ എന്തായി കാണിക്കുന്നത്? നിന്നാൽ സ്നാനമേൽക്കേണ്ടത് എനിക്ക് ആവശ്യം. കാര്യം സ്നാനത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട തത്വം, പ്രത്യേകിച്ച് ആ കാലയളവിൽ ഉണ്ടായിരുന്ന തത്വം എന്താണെന്ന് ചോദിച്ചാൽ, ആര് സ്നാനപ്പെടുത്തുന്നോ അഥവാ സ്നാപകൻ ആരാണോ, ആ സ്നാപകൻ്റെ സമൂഹത്തോടെ ഏകീഭവിക്കുവാനാണ് സ്നാനപ്പെടുന്നവൻ സ്നാനജലത്തിൽ ഇറങ്ങുന്നത്. ക്രിസ്തീയ സ്നാനം നമ്മൾ ക്രിസ്തുവിനോട് ചേരുവാനാണ്. പക്ഷേ യേശു ക്രിസ്തുവിനോട് ചേരുവാനുള്ള ഈ ക്രിസ്തീയ സ്നാനത്തിന് മുമ്പുണ്ടായിരുന്ന യോഹന്നാൻ്റെ കാലയളവിൽ ഉണ്ടായിരുന്ന സ്നാനം, ഈവൻ ജൂയിഷ് ആൾക്കാർ സ്നാനം കൊടുത്തിരുന്നു. പല മിസ്റ്ററി റിലീജിയൻസ്, മാർമിക സഭകൾ, അല്ലെങ്കിൽ വാട്ട് യു സേ, നിഗൂഢ മതങ്ങൾ പലതുണ്ടായിരുന്നു. അവരുടെ അംഗങ്ങളെ അവർ സ്നാനപ്പെടുത്തിയിരുന്നു. അങ്ങനെ സ്നാനം എന്ന് പറയുന്നത് ആ കാലയളവിൽ ഒരു സമൂഹത്തോട് ചേരുവാനായിട്ട് ആളുകൾ ഉപയോഗിച്ചിരുന്ന ഒരു സിമ്പലാണ്. അപ്പോൾ ഒരു സമൂഹത്തിലെ ഒരു വ്യക്തി മറ്റൊരാളെ മറ്റൊരാൾക്ക് ബാപ്റ്റിസം കൊടുക്കുമ്പോൾ ശരിക്കും ആരാണ് സ്നാപകൻ, അയാൾ ഏത് സംഘത്തിൻ്റെ ഭാഗമാണ്, ആ സംഘത്തോടാണ് സ്നാനമേൽക്കുന്നയാൾ യോജിക്കുന്നത്. അതുകൊണ്ടാണ് യോഹന്നാൻ ചോദിക്കുന്നത്, നീ എന്തായി കാണിക്കുന്നത്? ഞാൻ ഭൂമിയിൽ നിന്നുള്ള ഭൗമികൻ, നീ സ്വർഗത്തിൽ നിന്നുള്ള സ്വർഗികൻ. എൻ്റെ ജീവിതത്തിലെ ഇന്നു വരെയുള്ള ആഗ്രഹം എങ്ങനെയെങ്കിലും നിന്നെ പോലെ ആകണമെന്നാണ്. നീ എന്തായി കാണിക്കുന്നത്? നീ എന്താ ഇത് എന്നെ പോലെ ആകാൻ നോക്കുന്നത്? കർത്താവ് പറഞ്ഞത്, ഇപ്പോൾ നീ സമ്മതിക്കുക, നീ പറഞ്ഞൊക്കെ തെറ്റാണെന്നല്ല പറയോ, അങ്ങനെയൊന്നുമല്ല. കർത്താവ് കപട വിനയം കാണിച്ചിരുന്നില്ല. യു അണ്ടർസ്റ്റാൻഡ്? കർത്താവ് വിനയമുള്ളവനായിരുന്നു. പക്ഷേ കർത്താവ് എന്ത് ചെയ്തില്ല? കപട വിനയം കാണിച്ചില്ല. നമ്മൾ അങ്ങനെ ഒന്നുമില്ല എന്നൊക്കെ നമ്മൾ ചിലപ്പോൾ പറയുമല്ലോ, വെറുതെ കള്ളത്തിലാണ് പറയുന്നത്. അങ്ങനെയൊക്കെ ഉണ്ട്. അതൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ എന്ത് ചെയ്യത്തില്ല? പറയത്തില്ല. പറയുമ്പോഴത്തേക്ക് നമ്മൾ കാണിക്കുന്ന മിക്കപ്പോഴും കാണിക്കുന്നത് ശരിയായ വിനയമൊന്നുമല്ല. എന്താണ്? കപട വിനയമാണ്. അപ്പോൾ യേശു അങ്ങനെ കപട വിനയമൊന്നും കാണിച്ചില്ല. കർത്താവ് പറഞ്ഞില്ല, യോഹന്നാനെ അങ്ങനെയൊന്നും പറയാതെയോ, അങ്ങനെയൊന്നും പറയാതെ, നീ എന്നെക്കാൾ മൂത്തതല്ലേ എന്നൊന്നും പറഞ്ഞില്ല. അങ്ങനെയൊന്നും പറഞ്ഞു ഇല്ല. വാട്ട് യു സെഡ് ഇറ്റ് ഈസ് ട്രൂ. ഞാൻ സ്വർഗത്തിൽ നിന്നുള്ള സ്വർഗീയൻ, നീ ഭൂമിയിൽ നിന്നുള്ള ഭൗമികൻ. നിനക്ക് എന്നെ പോലെ ആവുകയാണ് ആവശ്യം. യെസ്, പക്ഷേ ഇപ്പോൾ നീ സമ്മതിക്കും. കാരണം ഇതെൻ്റെ ഒരു വലിയൊരു തീരുമാനമാണ്. എന്താണ് തീരുമാനം? ഞാൻ സ്വർഗത്തിലിരിക്കുന്നവനായി, സ്വർഗീയനായി, അല്ലെങ്കിൽ സ്വർഗത്തിൻ്റെ മഹിമകളിൽ ഒരു രാജാവാകുവാനല്ല ആഗ്രഹിക്കുന്നത്. പ്രത്യുത ഒരു സാധാരണ മനുഷ്യനായി, യു അണ്ടർസ്റ്റാൻഡ്, മനുഷ്യവർഗത്തോടെ ഏകീഭവിച്ചുകൊണ്ട്, മനുഷ്യനായി ജീവിച്ചുകൊണ്ട്, സകലത്തിലും എൻ്റെ സഹോദരന്മാരോട് സദൃശനായിക്കൊണ്ട്, എബ്രായ ലേഖനം 2-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നതാണ്. സകലത്തിലും തൻ്റെ സഹോദരന്മാരോട് അവൻ എന്തായി? സദൃശനായി. അങ്ങനെയാണ് ഞാൻ രാജാവാകുന്നത്. ഞാൻ രാജാവാകുന്നത് വാളുകൊണ്ടല്ല, സ്വർഗത്തിൻ്റെ എന്തെങ്കിലും
കഴിവുകൾ ഉപയോഗിച്ച്, ഗിമ്മിക്സ് ഉപയോഗിച്ചല്ല ഞാൻ രാജാവാകുന്നത്. എങ്ങനെയാണ്? ഒരു നോർമൽ വ്യക്തി എന്ന നിലയിൽ ഭൂമിയിൽ ജീവിച്ചുകൊണ്ടായിരിക്കും. താൻ എങ്ങനെയുള്ള രാജാവാണ്? സൗമ്യനായ, നമ്രശിരസ്കനായ, വെള്ളത്തിലിറങ്ങുന്നവനായ, വെള്ളത്തിൽ തന്നെ താഴ്ത്തുന്ന ഒരു രാജാവ്. ഹീ ഈസ് കിങ്, ബട്ട് ഹീ ഈസ് നോട്ട് ലൈക്ക് അതർ വേൾഡ്ലി കിങ്സ്. ഹി വാസ് ഡിഫറെൻറ്റ്. അതുകൊണ്ട് യേശുവിൻ്റെ സ്നാനത്തിലൂടെ മത്തായി പറയാണ്, അവൻ വിമോചകനാണ്, രാജാവാണ്. എന്നാൽ അവൻ രാജാവാകുന്നത് വ്യത്യസ്തനായിട്ടാണ്. യേശു പറയാണ്, എങ്ങനെയാണ് ഞാൻ രാജാവാകുന്നത്? ഞാൻ സ്വർഗത്തിൻ്റെ ഉന്നതികൾ നിലനിർത്തിക്കൊണ്ടല്ല. അവൻ ദൈവത്തോടുള്ള, ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 5 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, അവൻ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണം എന്ന് വിചാരിക്കാതെ വേഷത്തിൽ മനുഷ്യനായി ദാസരൂപമെടുത്ത്. ഹി വാസ് കമ്മിങ് ഡൗൺ ആൻഡ് ഡൗൺ ആൻഡ് ഡൗൺ ആൻഡ് ഡൗൺ. ദൈവത്തിന് എത്രത്തോളം താഴാമോ അത്രത്തോളം. ദൈവത്തിന് താഴാൻ കഴിയുന്നതിനൊരു പരിധിയുണ്ട്. ദൈവത്തിന് പാപത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ കഴിയത്തില്ല. കർത്താവ് തന്നെ താഴ്ത്തി. എത്രത്തോളം? കർത്താവ് താഴ്ത്തുന്നതിന് പരിധിയുണ്ടോ? ഉണ്ട്. എന്താണ് താഴ്ത്തുന്നതിലെ പരിധി? അവൻ പാപത്തിലേക്ക് ഇറങ്ങിപ്പോയില്ല, ബാക്കി എല്ലാത്തിലും. അതുകൊണ്ടാണ് നമ്മൾ എബ്രായ ലേഖനത്തിൽ വായിക്കുന്നത്, അവൻ പാപം ഒഴികെ സകലത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവൻ, അല്ലെങ്കിൽ ഏകീഭവിച്ചവനാണ്. അവൻ നമ്മളോട് ഏകീഭവിച്ചു. പക്ഷേ എവിടം വരെ പോയുള്ളൂ? പാപത്തിൻ്റെ ലെവലിൻ്റെ മുകളിൽ മാത്രമേ പോയുള്ളൂ. അവിടുന്ന് താഴോട്ട് പോയില്ല. അവൻ അങ്ങനെ പോകാൻ കഴിയുകയില്ല. ബിക്കോസ് ഹീ ഈസ് ഗാഡ്. ഒരു ദൈവത്തിന് എത്രത്തോളം താഴാമോ, ദൈവത്തിന് എത്രത്തോളം ഒരു മനുഷ്യനാകാമോ, അത്രത്തോളം യേശു മനുഷ്യനായി. ആ പ്രഖ്യാപനമാണ് വാസ്തവത്തിൽ യേശു കർത്താവ് തൻ്റെ സ്നാനത്തിലൂടെ വെളിപ്പെടുത്തിയത്. അത് ദൈവത്തിന് ഭയങ്കര പ്രസാദമായി. അതുകൊണ്ടാണ് കർത്താവ് സ്നാനമേറ്റ് കയറുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പിതാവായ ദൈവം പറയുകയാണ്, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവങ്കിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവൻ ദേഹരൂപത്തിൽ അല്ലെങ്കിൽ പ്രാവിൻ്റെ രൂപത്തിൽ അവൻ്റെ മേൽ ആവസിക്കുന്നത് നമ്മൾ കാണുന്നത്. ഹി വാസ് കിങ്. അറ്റ് ദ സെയിം ടൈം ഹി വാസ് പ്രൊക്ലെയിമിംഗ് വാട്ട് കൈൻഡ് ഓഫ് കിങ് ഹി ഈസ്. ആൻഡ് ഗാഡ് വാസ് പ്ലീസിങ് ഇൻ ഹിം. ആൻഡ് ഹി സേസ് ഹി ഈസ് മൈ ബിലവഡ് സൺ. ഈസ് മൈ ബിലവഡ് സൺ. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവൻ എൻ്റെ പ്രിയപുത്രൻ. ഇപ്പോൾ മനസ്സിലാക്കണം, മത്തായി ആദ്യത്തെ 3 അധ്യായങ്ങളിലൂടെ യേശു ആരാണ് എന്നുള്ള കൃത്യമായ ഒരു യാഥാർത്ഥ്യം നമുക്ക് വെളിപ്പെടുത്തുകയാണ്. 4-ാം അധ്യായത്തിൽ വീണ്ടും വരുമ്പോൾ നമ്മൾ കാണുന്നത് എന്താണെന്നറിയാമോ? കുറേ കൂടെ ആഴത്തിൽ കർത്താവ് തൻ്റെ രാജ്യത്വം എങ്ങനെയുള്ളതായിരിക്കണം, അഥവാ എങ്ങനെയുള്ള രാജാവാണ് താൻ എന്ന് അവൻ സ്നാനത്തിലൂടെ വെളിപ്പെടുത്തി. പക്ഷേ തൻ്റെ രാജ്യത്തിൽ അല്ലെങ്കിൽ തനിക്ക് ദൈവം നൽകിയിരിക്കുന്ന ആ എന്താണ് ലക്ഷ്യം, അതല്ലെങ്കിൽ ദൗത്യം, മിഷൻ, തൻ്റെ ദൗത്യം എപ്രകാരമായിരിക്കണം, അല്ലെങ്കിൽ അതിൻ്റെ മാർഗം എന്തായിരിക്കണം. ഇപ്പോൾ യേശു അവൻ്റെ ലക്ഷ്യം എന്താണെന്ന് പറഞ്ഞു. അവൻ്റെ ലക്ഷ്യം എന്താണെന്ന് മാത്രമല്ല, അവൻ്റെ മാർഗം എങ്ങനെയാണ് യേശു തൻ്റെ ലക്ഷ്യം എന്ന് ഉദ്ദേശിക്കുമ്പോഴത്തേക്ക് എന്താണ്? പിതാവ് അവനെ ഭരമേൽപ്പിച്ചിരിക്കുന്നതായ ദൗത്യം, the mission that the Father has entrusted upon him, how he is going to make it, how he is going to accomplish it. അതാണ് വാസ്തവത്തിൽ ടെംപ്റ്റേഷൻസ് നമ്മൾ കാണുന്നത്. മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിൽ നമ്മൾ കർത്താവിൻ്റെ ടെംപ്റ്റേഷൻസിൽ അവൻ തൻ്റെ മാർഗം തിരഞ്ഞെടുക്കുകയാണ്. എന്ത് മാർഗം? എങ്ങനെ പിതാവ് തന്നെ ഭരമേൽപ്പിച്ചിരിക്കുന്ന ദൗത്യം താൻ നിർവഹിച്ചെടുക്കും. പിതാവ് തന്നെ വിമോചകനായി പറഞ്ഞു വിട്ടിരിക്കുകയാണ്. എങ്ങനെയാണ്? ഹീ ഈസ് ദ റിഡീമർ. എങ്ങനെ വീണ്ടെടുക്കണം, മനുഷ്യവർഗത്തെ വീണ്ടെടുക്കാനായിട്ട് പിതാവ് തന്നെ പറഞ്ഞയച്ചിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം നമ്മൾ അറിഞ്ഞു 1-ാം അധ്യായത്തിൽ തന്നെ. ബിക്കോസ് എന്താണ്? വന്നത് തന്നെ, അവൻ വന്നത് എന്തിനു വേണ്ടിയാണ്? അവൻ അവരെ അവരുടെ പാപങ്ങളിൽ നിന്ന് വീണ്ടെടുപ്പാനിരിക്കുക കൊണ്ട്. എന്നാൽ എങ്ങനെയാണ് വീണ്ടെടുപ്പ് നടക്കേണ്ടത്? 2, ദൈവം അവനെ രാജാവായി പറഞ്ഞു വിട്ടിരിക്കുകയാണ് എന്നുള്ളത് നമ്മൾ അറിഞ്ഞു. പക്ഷേ എങ്ങനെയാണ് ഭരണം നടത്തേണ്ടത്? ഈ തീരുമാനങ്ങൾ അല്ലെങ്കിൽ മാർഗം തിരഞ്ഞെടുക്കാൻ വേണ്ടിയാണ് വാസ്തവത്തിൽ മത്തായി യേശു കർത്താവിൻ്റെ പ്രലോഭനങ്ങളുടെ ചരിത്രം നമുക്ക് വിവരിച്ചു തരുന്നത്. ഹീ ഈസ് ദ സേവിയർ ഈസ് കമ്മിങ്, ദ കിങ് ഈസ് ബോൺ, ദ ഹെറാൾഡ് ഓഫ് ദ കിങ്ഡം ത്രൂ ജോൺ ദ ബാപ്റ്റിസ്റ്റ്, ആൻഡ് ദ കിങ് റിവീൽസ് ഹിംസെൽഫ് ഇൻ ഹിസ് ബാപ്റ്റിസം, ആൻഡ് നൗ ദ കിങ് ചൂസസ് ദ മെത്തേഡ് he will carry out his task. അവന് വേണ്ടി ഫലമേൽപ്പിച്ചിരിക്കുന്ന ദൗത്യം എങ്ങനെ ചെയ്യണമെന്നുള്ളതിനെക്കുറിച്ച് അവൻ
ഒരു തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. മാർഗം. ഈസ് നോട്ട് ചൂസിങ് ദ വേ ഓഫ് ദ കോമൺ തിങ്സ് ദാറ്റ് മാൻ വുഡ് ചൂസ്. മനുഷ്യൻ സ്വാഭാവികമായി തിരഞ്ഞെടുക്കാൻ സാധ്യതയുള്ള ഒരു കാര്യം അവൻ തിരഞ്ഞെടുത്തില്ല. യേശുക്രിസ്തുവിൻ്റെ പ്രലോഭനങ്ങളെക്കുറിച്ച് നമുക്കറിയാമല്ലോ. ആദ്യം തന്നെ പിശാച് അവൻ്റെ അടുക്കൽ വന്നിട്ട് പറയുന്നത്, നീ ദൈവപുത്രനെങ്കിൽ, ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ്, അവൻ വിശന്നിരിക്കുന്ന സമയത്താണ്. 40 ദിവസം അവൻ ഭക്ഷണം കഴിച്ചില്ല, അവൻ ഉപവാസത്തിലായിരുന്നു. 40 ദിവസവും അവനെ പരീക്ഷിച്ചുകൊണ്ടിരുന്നു എന്നാണ് ലൂക്കോസിൻ്റെ സുവിശേഷം നമ്മൾ വായിക്കുന്നത്. മത്തായിയുടെ സുവിശേഷത്തിൽ അവൻ ഉപവാസമെടുത്ത് 40 ദിവസം കഴിഞ്ഞപ്പോൾ അവന് വിശന്നു. അപ്പോൾ പിശാച് അവൻ്റെ അടുക്കൽ വന്നിട്ട്, ഇഫ് യു ആർ ദ സൺ ഓഫ് ഗാഡ് ടേൺ ദി സ്റ്റോൺസ് ഇൻ ടു ലോവ്സ് ഓഫ് ബ്രെഡ്. നീ യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ പുത്രനാണെങ്കിൽ നീ എന്ത് ചെയ്യുക? ഈ കല്ല് അപ്പമായി തീരുവാൻ കൽപ്പിക്കുക. പിശാച് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, നീ ദൈവത്തിൻ്റെ പുത്രനാണെന്നാണോ നിൻ്റെ ചിന്ത? അങ്ങനെയാണെങ്കിൽ പുത്രൻ എന്തിനാണ് വിശന്നിരിക്കുന്നത്? ഇഫ് യു ആർ ദ സൺ, നീ എന്തിനാണ് വിശന്നിരിക്കുന്നത്? പുത്രൻ എന്തിനാണ് സ്റ്റാർവ് ചെയ്യുന്നത്? വൈ കാൻറ്റ് യു ജസ്റ്റ് ടേൺ ദി സ്റ്റോൺസ് ഇൻ ടു ലോവ്സ് ഓഫ് ബ്രെഡ്? ഈ കല്ലൊക്കെ നിനക്ക് എന്താ ചെയ്യാൻ പറ്റും? അപ്പമാക്കി ചെയ്യാൻ പറ്റുമല്ലോ. ബിക്കോസ് യു ഹാവ് ദ പവർ, യു ആർ ഗാഡ്. നീ ദൈവത്തിൻ്റെ പുത്രനാണെങ്കിൽ നിനക്കിത് ചെയ്യാമല്ലോ. നീ എന്തിനാണ് പിന്നെ വിശന്നിരിക്കുന്നത്? പിശാച് ഇന്നും നമ്മളോട് ചോദിക്കുന്ന ഒരു പ്രധാന ചോദ്യമാണ്, ദൈവത്തിൻ്റെ പുത്രൻ എന്തിനാണ് കഷ്ടപ്പെടുന്നതെന്ന്. ദൈവത്തിൻ്റെ പുത്രനല്ല നമ്മളോടൊക്കെ ചോദിക്കുന്നത്. നീ ദൈവത്തിൻ്റെ അടുത്ത ആളാണെന്ന് പറയുകയും ചെയ്യും, നിൻ്റെ ജീവിതത്തിൽ ഒരു ഗതിയും പിടിക്കത്തില്ല. ഇതെന്തോ കാര്യം? നീ ദൈവത്തിൻ്റെ മക്കളാണെങ്കിൽ, നീ അത്രയ്ക്ക് ദൈവത്തിന് അടുത്ത ആളാണെങ്കിൽ, വൈ കാൻറ്റ് യു ജസ്റ്റ് പ്രേ, കർത്താവേ ഈ എല്ലാ പ്രതിസന്ധിയിൽ നിന്നും ഇന്ന് രാത്രി തന്നെ എന്നെ വിടുവിക്കണമേ കർത്താവേ. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ഇൻസ്റ്റൻ്റായിട്ട് കാര്യങ്ങൾ നടന്നാൽ അന്നേരം മനസ്സിലാക്കാമല്ലോ നമ്മൾ ദൈവത്തിൻ്റെ അടുത്ത ആളാണെന്ന്. അല്ലെങ്കിൽ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? അപ്പോൾ ഇത് എന്നുള്ള ഒരു പരീക്ഷയാണ്. എന്ത്? ഇതുപോലെയുള്ള ഒരു സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകുവാനുള്ള വലിയൊരു ടെൻഡൻസി. യേശുവിനോട് പിശാച് പറയുന്നത്, നീ ഉദ്ദേശിക്കുന്നത് പോലെയല്ല ഈ ജനങ്ങളുടെ യഥാർത്ഥ പ്രശ്നം എന്ന് പറഞ്ഞാൽ വിശപ്പാണ്. ശരിയുമാണ്, അന്നത്തെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് വിശപ്പ്. കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അന്ന് പട്ടിണിയുടെ ഒരു സമയമാണ്. നമുക്കറിയാമല്ലോ, യെരുശലേം സഭയിലെ യേശുവിൻ്റെ കാലഘട്ടം കഴിഞ്ഞ് കുറച്ചുകൂടെ കഴിഞ്ഞപ്പോഴത്തേക്ക് യെരുശലേമിൽ സഭയുണ്ടായി. യെരുശലേമിലെ സഭ വാസ്തവത്തിൽ അവിടെ ഒരു വലിയ ക്ഷാമം ഉണ്ടാകുകയാണ്. വലിയ ക്ഷാമം ഉണ്ടാകുമെന്ന് അഗാബോസ് പ്രവചിക്കുന്നുണ്ട്. ഇൻ ദോസ് ഡേയ്സ് ഇറ്റ് വാസ് വെരി ഡിഫിക്കൽട്ട് ടു ഫൈൻഡ് ഫുഡ്. ഇപ്പോൾ 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ച ദിവസം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. 5000 പുരുഷന്മാരും അത്രയും സ്ത്രീകളും കുഞ്ഞുങ്ങളും എല്ലാം ഉണ്ടായിട്ട് ഒറ്റ ഒരുത്തൻ്റെ കയ്യിലേ ഉണ്ടായിരുന്നുള്ളൂ പൊതിച്ചോറ്. ബാക്കി ഒറ്റ ഒരുത്തൻ്റെ കയ്യിലും പൊതിച്ചോറ് ഇല്ലായിരുന്നു. ദാറ്റ് മീൻസ് ദേ ഡിഡ്ന്റ് ഹാവ്. അവർക്കില്ലായിരുന്നു. ഇല്ലായ്മയുടെ ഒരു കാലഘട്ടമാണ്. അപ്പോൾ പിശാച് പറയുന്നത്, ദിസ് ഈസ് ദ റിയൽ പ്രോബ്ലം ആൻഡ് യു ഹാവ് ദ പവർ ബിക്കോസ് യു ആർ ഗാഡ്, യു ആർ സൺ ഓഫ് ഗാഡ്. ഇഫ് യു ആർ ദ സൺ ഓഫ് ഗാഡ്, ഇങ്ങനെ വിശന്നിരുന്നിട്ട് നിനക്കും വിശന്നിരുന്നിട്ട് കാര്യമില്ല, മറ്റുള്ളവരും വിശക്കേണ്ട കാര്യം ഇല്ല. നിൻ്റെ ആ അത്ഭുത പ്രവൃത്തികളൊക്കെ നീ ഒന്ന് പ്രയോഗിക്ക്. അങ്ങനെ ആളുകൾക്ക് സൗഖ്യം വരട്ടെന്നേ, അങ്ങനെ ആളുകൾക്ക് വിശപ്പ് മാറട്ടെ, അങ്ങനെ ആളുകളൊന്ന് നന്നാകട്ടെ. ഇതൊരു ഭയങ്കര ടെംപ്റ്റേഷനാണ്, ഭയങ്കര ടെംപ്റ്റേഷൻ. പക്ഷേ കർത്താവ് പറഞ്ഞു, നോ, ദാറ്റ് ഈസ് നോട്ട് മൈ വേ. ഹി വാസ് നോട്ട് യൂസിങ് ഹിസ് സൂപ്പർ നാച്ചുറൽ എബിലിറ്റി. കർത്താവിൻ്റെ മനസ്സലിവ് കൊണ്ട് ചില സമയങ്ങളിലൊക്കെ കർത്താവ് ജനങ്ങളുടെ പ്രതിസന്ധികളിൽ അവരെ സഹായിച്ചിട്ടുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അത് തന്നെ ഒരു എക്സെപ്ഷനാണ്. ശരിക്കും പറഞ്ഞാൽ എൻ്റെ പൂർണ്ണമായ വിശ്വാസം, യേശു ഭൂമിയിലേക്ക് വന്നത് ഒരു അത്ഭുതവും ചെയ്യരുതെന്ന് ചിന്തിച്ചാൽ. കാരണം അവൻ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ച് കൊള്ളരുത് എന്ന് ചിന്തിച്ചാണ് ഇറങ്ങിയിരിക്കുന്നത്. പിന്നെ പാവം പിടിച്ച നയ്യനിലെ വിധവയുടെ കരച്ചിലൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് മോനെ എന്ത് ചെയ്തു പോയി? ഉയർപ്പിച്ച് കൊടുത്തുപോയി. മനസ്സലിവിൻ്റെ പ്രതിഫലനമായിട്ടാണ് കർത്താവ് ഓരോ അത്ഭുതങ്ങളും ചെയ്യുന്നത്, അല്ലാതെ ആളുകളെ വെരുട്ടാൻ വേണ്ടിയൊന്നുമല്ല. ഇന്നിപ്പോൾ അത്ഭുതമൊക്കെ കാണിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ആളുകളെ വെരുട്ടാനാണ്. ആളുകളെ വെരുട്ടാനല്ല അത്ഭുതം. എന്തിനു വേണ്ടിയാണ്? മനസ്സലിവിൻ്റെ പ്രതിഫലനമായിരിക്കണം. ഇന്ന് വാസ്തവത്തിൽ നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നതാണ്. അതുകൊണ്ടാണല്ലോ അത്ഭുതങ്ങളുടെ പോസ്റ്ററൊക്കെ അടിച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് നഷ്ടപ്പെടുന്നത് നമ്മുടെ മനസ്സലിവാണ്, വേറെ ഒന്നുമില്ല. അത്ഭുതം നടന്നില്ലെങ്കിൽ നമുക്ക് ആപാടെ സങ്കടമാണ്. കാര്യം പരസ്യപ്പെടുത്തിയിരിക്കുന്നത് തന്നെ ഇവിടെ അത്ഭുതം നടക്കുമെന്നാണ്, ഇല്ലേ? പരസ്യപ്പെടുത്തിയിരിക്കുന്നത് തന്നെ അത്ഭുതം നടക്കാൻ പോകാണെന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ അത് നടന്നില്ലെങ്കിൽ എന്തൊരു കഷ്ടമായിരിക്കും. പക്ഷേ യേശു ഒരിക്കലും എന്ത് ചെയ്തില്ല, അങ്ങനെ ഒരു സൂപ്പർ നാച്ചുറൽ എബിലിറ്റി കർത്താവ് ഉപയോഗിക്കാനായിട്ട് തീരുമാനമെടുത്തില്ല. ഹീ സെഡ് മൈ വേ ഈസ് ഡിഫറെൻറ്റ്. അവന് വേണ്ടി ഒരിക്കലും അത്ഭുതം ചെയ്തിട്ടില്ല. അതും നമ്മൾ മനസ്സിലാക്കണം. ഒരിക്കൽ പോലും യേശു എന്ത് ചെയ്തില്ല,
5 കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ച വ്യക്തിയാണ് യേശു കർത്താവ്. പക്ഷേ അവന് വിശന്നപ്പോൾ അവനൊരു അത്തിപ്പഴം കിട്ടാനായിട്ട് കൊതിച്ചെന്ന് എഴുതിയിരിക്കുന്നത്. അവനൊന്ന് കൽപ്പിച്ചാൽ ഏതെങ്കിലും അത്തിയിൽ നിന്ന് പഴമുണ്ടായി ഫ്രൂട്ട് എന്താണ് പക്ക ആയിട്ട് യേശുവിൻ്റെ വായിക്കകത്ത് വന്ന് വീഴുന്നതിനകത്തും പ്രയാസമൊന്നുമില്ല. ഹീ ക്യാൻ, ബട്ട് ഹി വാസ് നോട്ട് യൂസിങ് ഹിസ് എബിലിറ്റി ടു പെർഫോം മിറക്കിൾസ് നെവർ ഫോർ ഹിംസെൽഫ്. അവന് വേണ്ടി ഒരിക്കലും അതവൻ ഉപയോഗിച്ചിട്ടില്ല. അതാണ് നമ്മുടെ രാജാവിൻ്റെ 5 കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചിട്ടും സ്വയം വിശന്നപ്പോൾ അത്ഭുതം ചെയ്യാൻ തയ്യാറാകാത്തവനാണ് നമ്മുടെ രാജാവ്. നമ്മുടെ ഹീറോ എപ്പോഴും ആ യേശു ആയിരിക്കണം. നമ്മുടെ ഹീറോ എപ്പോഴും ആ യേശു ആയിരിക്കണം. ആൻഡ് ഹി വാസ് നോട്ട് മേക്കിംഗ് പീപ്പിൾ അസ്റ്റോണിഷ്ഡ് ബൈ ഡൂയിങ് സം കൈൻഡ് ഓഫ് ഗിമ്മിക്സ്. പിശാച് അവനോട് പറയുന്നു, അപ്പം ഉണ്ടാക്കാനായിട്ട് നീ പരിശ്രമിക്കുന്നില്ലെങ്കിൽ നിൻ്റെ മാർഗം എന്താണ്? ദാറ്റ്സ് എ ക്വസ്റ്റ്യൻ. കർത്താവ് പറഞ്ഞു, ദിസ് ഇസ് നോട്ട് മൈ വേ. അപ്പം കൊടുത്തിട്ടല്ല ഞാൻ ആളുകളെ വീണ്ടെടുക്കാൻ പോകുന്നത്. പകരം എന്ത് കൊടുത്തിട്ടാണ്? എന്നെ തന്നെ കൊടുത്തിട്ടാണ്. സാത്താൻ അല്ലെങ്കിൽ പിശാച് പറഞ്ഞ എന്താണ്? നീ വിശക്കുന്നവരായ ജനങ്ങൾക്ക് എന്ത് കൊടുക്കുക? അപ്പം കൊടുക്കുക. പക്ഷേ യേശു പറഞ്ഞു, എൻ്റെ മാർഗം അതല്ല. എൻ്റെ മാർഗം എന്താണ്? വിശക്കുന്നവർക്ക് അപ്പം കല്ലിൽ നിന്ന് അപ്പം ഉണ്ടാക്കി കൊടുക്കുകയല്ല, പകരം വിശക്കുന്നവർക്ക് എന്നെ ഭക്ഷിക്കാൻ കൊടുത്തുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നത്? വിമോചകനാകാൻ പോകുന്നത്. അവിടെയാണ് ഞാൻ പറഞ്ഞത്, ദൈവം കർത്താവ് എന്ത് ചെയ്യാണ്? ചൂസ് ചെയ്യുകയാണ്. എന്താ അവൻ്റെ മാർഗം എന്തായിരിക്കണം? അവനെ തന്നെ കൊടുത്തുകൊണ്ടാണ് ദൈവപിതാവ് അവനെ ഭരമേൽപ്പിച്ചിരിക്കുന്ന ആ ദൗത്യം നിർവഹിക്കുന്നതിൻ്റെ മാർഗം അത്ഭുതം നടത്തി അപ്പം കൊടുത്തുകൊണ്ടല്ല, പ്രത്യുത സ്വയം മരിച്ച് അവനെ തന്നെ ഭക്ഷിക്കാൻ കൊടുക്കുന്നതിലൂടെയാണ്, അവൻ്റെ രക്തം കൊടുത്തുകൊണ്ടാണ്, അവൻ്റെ ശരീരം കൊടുത്തുകൊണ്ടാണ് വീണ്ടെടുപ്പ് ഒരു യാഥാർത്ഥ്യമാക്കുന്നതെന്ന് യേശു കർത്താവ് തീരുമാനിച്ചു. ഇങ്ങനെയാണ് ഞാൻ ദൈവം എന്നെ ഭരമേൽപ്പിച്ച, പിതാവ് എന്നെ ഭരമേൽപ്പിച്ചിരിക്കുന്നതായ കാര്യം നിർവഹിക്കുന്നത്. എങ്ങനെ? എന്നെ തന്നെ നൽകിക്കൊണ്ട്. അതുകൊണ്ട് അവൻ എന്തു ചെയ്തില്ല? സ്വയമായിട്ട് വിശന്നപ്പോൾ കല്ലപ്പമാക്കി തീർത്തില്ല എന്ന് തന്നെയല്ല, അവൻ്റെ വഴി എന്താണ് എന്നുള്ളത് അവൻ തീരുമാനമെടുത്തു, ചിന്തിച്ചു, ആലോചിച്ചു, തീരുമാനമെടുത്തു. ദൈവസന്നിധി പറഞ്ഞു, ഐ എം ഗോയിങ് ടു ഗിവ് മൈ സെൽഫ്. എന്നെ തന്നെ കൊടുക്കാൻ പോകുകയാണ്. പിശാചിൻ്റെ അടുത്ത പ്രലോഭനം എന്ന് പറയുന്നത്, ശരി നീ അങ്ങനെ തീരുമാനിച്ചാലും ജനങ്ങൾക്കിത് മനസ്സിലാകണമല്ലോ. നമുക്കുള്ളൊരു വലിയൊരു പ്രശ്നം ഇതാണ്. നമുക്ക് കാര്യം മനസ്സിലായാലും പോരാ, പിന്നെ എന്ത് വേണം? ജനങ്ങളുടെ ഈ കാര്യങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ നീ വിമോചകനാണെന്നുള്ളത് ജനങ്ങളെങ്ങനെ അറിയും? അതിനുവേണ്ടി നീ ദേവാലയത്തിൻ്റെ മുകളിൽ കയറി താഴേക്ക് ചാടുക. അന്നത്തെ ഏറ്റവും ഉയരമുള്ള ടവർ എന്ന് പറയുന്നത് അന്ന് യെരുശലേമിൽ ദേവാലയത്തിൻ്റെ മുകൾ ഭാഗമാണ്. അവിടെ കയറിയിട്ട് നീ എന്ത് ചെയ്യുക? താഴോട്ട് ചാടുക. താഴോട്ട് ചാടിക്കഴിഞ്ഞാൽ നീ താഴോട്ട് വരുന്നത് എന്താ? ദൂതന്മാർ നിൻ്റെ കാൽ കല്ലിൽ തട്ടിപ്പോകാതെ വണ്ണം നിന്നെ പരിരക്ഷിക്കും. അങ്ങനെ നീ ഇങ്ങനെ ഒരു പാരാഷൂട്ടിൽ എന്നതുപോലെ ഇറങ്ങി താഴോട്ട് വരുന്നത് കാണുമ്പോൾ ജനങ്ങൾക്കെല്ലാം മനസ്സിലാകും നീയാണ് യഥാർത്ഥത്തിലുള്ള മശിഹ എന്ന് അവർക്ക് മനസ്സിലാകും. അതിനുള്ളൊരു മാർഗം അതാണല്ലോ. പക്ഷേ കർത്താവ് പറഞ്ഞു, അങ്ങനെ ആളുകളെ ഒരു ഗിമ്മിക്സ് കളിച്ച് മനസ്സിലാക്കാൻ വേണ്ടി ഒന്നുമല്ല ഞാനിവിടേക്ക് വന്നിരിക്കുന്നത്. അവിടെ ആ പ്രലോഭനങ്ങളോട് ചേർന്ന് കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട്. നിന്നെക്കുറിച്ച് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും, അവൻ നിൻ്റെ കാൽ കല്ലിൽ തട്ടാതെ വണ്ണം നിൻ്റെ കയ്യിൽ താങ്ങിക്കൊള്ളുന്ന എഴുതിയിരിക്കുന്നു എന്ന് പറഞ്ഞു. യേശു അവനോട് നിൻ്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്നും കൂടെ എഴുതിയിരിക്കുന്നു എന്ന് പറഞ്ഞു. കർത്താവ്, യു ഷാൽ നോട്ട് ടെസ്റ്റ് യുവർ ലോർഡ്. നിൻ്റെ കർത്താവിനെ നീ എന്ത് ചെയ്യാൻ പാടില്ല? പരീക്ഷിക്കാൻ പാടില്ല. ഇത് പറയാൻ കാര്യം എന്താണെന്ന് അറിയാമോ? കർത്താവ് പറഞ്ഞു, നീ എന്താ പറഞ്ഞത്? നിനക്ക് എന്ത് വിവരമാണ്? നമ്മളാണെങ്കിൽ വേദവസത്തിൽ കാര്യം 90 സങ്കീർത്തനത്തിൽ നിന്നാണ് പിശാച് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്. ഉടനെ കർത്താവ് ചോദിക്കുക, നീ എന്താ പറഞ്ഞത്? താഴോട്ട് ചാടാനോ? എടാ, വേദവസം പഠിക്കണം. പിശാചിനോട് കർത്താവ് പറയുക, വേദത്തിൽ എഴുതിയിരിക്കുന്നത് ചാടണമെന്നാണോ? വീണാലെന്നാണ് പറയുന്നത്. വീഴുന്നതും ചാടുന്നതും രണ്ടാണ്. നമ്മുടെ പലരുടെയും പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ വീഴുന്നതിന് പകരം എന്ത് ചെയ്യുകയാണ്? വീഴുകയാണെങ്കിൽ ചിലപ്പോൾ കർത്താവ് സൂക്ഷിച്ചെന്നിരിക്കും, പക്ഷേ ചാടുകയാണെങ്കിൽ സൂക്ഷിക്കാൻ അവിടെ ദൂതന്മാരെ ഒന്നും കർത്താവ് വിട്ടിട്ടില്ല എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. അതുകൊണ്ട് ചാടി എന്താ കാര്യങ്ങൾ എന്താണ് ഓരോ കാര്യങ്ങൾ എടുത്തു ചാടി ചെയ്ത് ദൈവത്തെ പരീക്ഷിക്കുവാനല്ല കർത്താവ് നമ്മളെ കുറിച്ച് ഉദ്ദേശിക്കുന്നത്. ഒരു കാര്യത്തിൽ നിങ്ങൾക്കൊരു വീഴ്ച അല്ലെങ്കിൽ ഒരു പ്രയാസം അല്ലെങ്കിൽ ഒരു പ്രതിസന്ധി ഉണ്ടാവുകയാണെങ്കിൽ, ഡാർസലാമിൽ ടെൻസാനിയയിൽ എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, ഒരു മുസ്ലിം കൺവേർട്ടാണ്, കിക്കുള എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ ക്രിസ്ത്യനായി കഴിഞ്ഞപ്പോഴത്തേക്ക്
നേരത്തെ അവന് ഒരു ഇസ്ലാമിക് എന്താണ് അവരുടെ ഷെരീഫ് ഫാമിലിപ്പെട്ടതാണ്. അപ്പോൾ അവനിങ്ങനെ വളരെ ഒരു നല്ലൊരു ഇസ്ലാമിക് ലെവലിൽ പോകുന്ന കൂട്ടത്തിൽ ആണ് ഇവൻ ക്രിസ്ത്യനാകുന്നത്. ക്രിസ്ത്യനായി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവൻ്റെ ഭാര്യയോടെ കൂട്ടുകാരെല്ലാം പറഞ്ഞു, എടി ഇപ്പം നിനക്ക് സ്വർഗ്ഗത്തിൽ പോകാൻ നല്ലൊരു മാർഗ്ഗമുണ്ട്. എന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഇവനെ പോയിസൺ ചെയ്താൽ മതി, ഇവൻ മരിക്കുകയാണെങ്കിൽ യു വിൽ ഗോ ടു ഹെവൻ. ഈ പൊട്ടിപ്പണ്ണതങ്ങ് വിശ്വസിച്ചിട്ട് ഇവളെന്ത് ചെയ്തു, ഫുഡിനകത്ത് പോയിസൺ കൊടുത്തു. ലിറ്ററലി ഹാപ്പൻ. അപ്പം ഇവനൊരു ദിവസം ഭക്ഷണം കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് കസേരയെല്ലാം കൂടെ കിടന്ന് പറക്കുന്നത് പോലെ തോന്നുന്നു. ഹി ഫെൽറ്റ് സംതിങ് ബാഡ്. എൻ്റെ മോള് വന്നിട്ട് പറഞ്ഞു, അപ്പം ഞാൻ കണ്ടായിരുന്നു അമ്മ അതിനകത്ത് കണ്ട് പൊടിയിടുന്നത്. ആൻഡ് ഹീ ജസ്റ്റ് പ്രേഡ്, കർത്താവേ ദോഷകരമായത് എന്ത് കുടിച്ചാലും നിനക്കൊന്നും ഭവിക്കയില്ല എന്ന് എൻ്റെ വചനത്തിലുണ്ടല്ലോ, സോ ഐ ബിലീവ് ഇറ്റ് എന്ന് പറഞ്ഞ് അവൻ പ്രാർത്ഥിച്ചു. യാതൊരു പ്രശ്നമില്ലാതെ കർത്താവ് അവനെ സൗഖ്യമാക്കി. അത് ചാടിയതല്ല, ആണോ? എന്നാൽ ഇതും കേട്ടോണ്ട് എന്നാൽ ദോഷകരമായതൊന്നും കുടിച്ചാൽ ഒന്നും സംഭവിക്കത്തില്ല, എന്നാൽ പോയി കുറച്ച് ആസിഡ് കുടിച്ചേക്കാമെന്ന് വെച്ചാൽ ആരെങ്കിലും പോയി വീട്ടിൽ പോയി കുറച്ച് ആസിഡ് കുടിച്ച് കഴിഞ്ഞാൽ കർത്താവ് നിങ്ങളെ സംരക്ഷിക്കണമെന്ന് പറഞ്ഞാൽ നടക്കുമോ? ഇല്ല. അത് ടെസ്റ്റ് ചെയ്യാണ്, ദൈവത്തെ ടെസ്റ്റ് ചെയ്യാനല്ല. വെൻ യു ഫോൾ, വീഴ്ചയിൽ നിങ്ങളെ താങ്ങുവാൻ കർത്താവ് ദൂതന്മാരെ ആക്കിയിട്ടുണ്ട്. ചാട്ടത്തിൽ നിങ്ങളെ സഹായിക്കാനായിട്ട് കർത്താവ് ദൂതന്മാരെ ആക്കിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ പല ആളുകൾക്കും വീഴ്ച എന്ന് പറഞ്ഞാലും മിക്കപ്പോഴും വീഴ്ചയല്ല, വീഴുന്നത് തന്നെ ഇഷ്ടമാണ് ചിലർക്ക്, ഇല്ലേ? അങ്ങനെ ഇഷ്ടപ്പെട്ട് വീഴുന്നവരുമുണ്ട് പാപത്തിൽ. അപ്പോൾ പല സമയത്തും they just love it. യേശു കർത്താവ് പറയുന്നത്, ജനങ്ങളുടെ മുമ്പിൽ ആൾ കളിക്കാനായിട്ട് ഒരു കാര്യം ചെയ്യാൻ എനിക്ക് ആവശ്യമില്ല. He says that I have decided in which way I will accomplish the task that God has given me. ദൈവം എനിക്ക് നൽകിയിരിക്കുന്ന, എൻ്റെ പിതാവ് എനിക്ക് നൽകിയിരിക്കുന്നതായ ആ ദൗത്യം ഞാൻ എങ്ങനെ നിർവഹിക്കും എന്നുള്ളത് ഞാൻ തീരുമാനമെടുത്ത് കഴിഞ്ഞു. ദാറ്റ് ഇസ് എ വേ ഓഫ് ദ ക്രോസ്. മരണത്തിൻ്റെ എന്നെ തന്നെ ഭക്ഷിക്കാൻ ഏൽപ്പിച്ചുകൊണ്ട്, അല്ലാതെ വിശക്കുന്നവന് ആഹാരം കൊടുത്തുകൊണ്ടല്ല, വിശക്കുന്നവന് ഭക്ഷണ കല്ലിൽ നിന്ന് അപ്പം ഉണ്ടാക്കി കൊടുത്തുകൊണ്ടല്ല, പ്രത്യുത മരിച്ച് ക്രൂശിൻ്റെ മാർഗത്തിലൂടെയാണ് അവൻ്റെ രാജ്യത്വം സ്ഥാപിക്കുന്നത്, അല്ലെങ്കിൽ വിമോചനം സാധ്യമാക്കി തീർക്കുന്നത് എന്ന് അവൻ തീരുമാനമെടുക്കുകയാണ്. അടുത്ത കാര്യത്തിലും അതുതന്നെയാണ് വാസ്തവത്തിൽ സംഭവിക്കുന്നത്. പിശാചോനോട് പറയുന്നത് എല്ലാം കാണിച്ചിട്ട് പറയാണ്, എവറിതിങ് ഈസ് ഗിവൺ അൺടു മീ, എനിക്ക് എല്ലാം തന്നിരിക്കുകയാണ്. നീ ഏതാണെങ്കിലും വന്നത് ഈ ഭൂമിയെ വീണ്ടെടുക്കാൻ വേണ്ടിയല്ലേ, സോ അത് ഞാൻ നിനക്ക് തന്നേക്കാം. നീ അതിനുവേണ്ടി വെറുതെ ക്രൂശിക്കപ്പെടേണ്ട കാര്യമൊന്നും ഇല്ല. നീ ക്രൂശിക്കപ്പെടാതെ തന്നെ നീ എടുത്തോ. പിന്നെ ആ മൂലയ്ക്ക് ഞാനൂടെ ഒന്ന് ഇരിക്കുമെന്നുള്ളതേ ഉള്ളൂ, എൻ്റെ സിംഹാസനം കൂടെ ഞാനൊന്ന് വെച്ചേക്കുമെന്നുള്ളതേ ഉള്ളൂ. പക്ഷെ കർത്താവ് പറഞ്ഞു, ദർ ഇസ് നോ ക്വസ്റ്റൻ ഓഫ് കോംപ്രമൈസ്. ദൈവം ഭരമേൽപ്പിച്ചിരിക്കുന്നതായ ദൗത്യം നിർവഹിക്കാൻ ദൈവത്തിൻ്റെ മാർഗമല്ലാതെ പിശാചിൻ്റെ മാർഗം കൂട്ടുപിടിക്കുന്നത് അത് മാർഗം എപ്പോഴും എന്തായിരിക്കണം? സംശുദ്ധമായിരിക്കണം. മാർഗം എപ്പോഴും എന്തായിരിക്കണം? സംശുദ്ധമായിരിക്കണം. ഒരാളിങ്ങനെ എന്നോട് പറഞ്ഞു, എന്നെ നമുക്കിപ്പോൾ സുവിശേഷ വേലയ്ക്കാണെങ്കിൽ പൈസ വേണ്ട, സുവിശേഷ വേലയ്ക്ക് വേണ്ടി സാത്താൻ പൈസ തന്നാലും ഞാൻ വാങ്ങിക്കുമെന്ന്. സുവിശേഷ വേലയ്ക്ക് വേണ്ടി സാത്താൻ പൈസ തരത്തില്ല, അത് വേറെ കാര്യം. പക്ഷേ സാത്താൻ്റെ പൈസ വാങ്ങിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഒട്ടും സുവിശേഷ വേല ചെയ്യത്തുമില്ല. സുവിശേഷ വേലയ്ക്ക് സാത്താൻ്റെ പൈസ തന്നാലും വാങ്ങിക്കുമെന്ന് പറയുന്നത് എന്തോ ഒരു തോന്നിയവാസമാണ് പറയുന്നത്. പക്ഷെ കർത്താവ് എന്ന് പറയുന്നത്, ഇറ്റ് ഈസ് റിട്ടൺ ദാറ്റ് യു ഷാൽ വർഷിപ്പ് യുവർ ഗാഡ് ലോർഡ് ആൻഡ് ഹിം അലോൺ. എന്താണ് എഴുതിയിരിക്കുന്നത്? നിന്റെ ദൈവമായ കർത്താവിനെ നമസ്കരിക്കണം, അവനെ മാത്രമേ നമസ്കരിക്കാവൂ എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. അപ്പോൾ കർത്താവ് തൻ്റെ ദൗത്യത്തെക്കുറിച്ച് പറയുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം ഇതാണ്, ഐ ഹാവ് ഡിസൈഡഡ്, ഞാൻ തീരുമാനമെടുത്തു കഴിഞ്ഞു. ഹൗ ക്യാൻ ഐ ഫുൾഫിൽ ദ ടാസ്ക് ദാറ്റ് ഈസ് ബിഫോർ മീ, ദ മിഷൻ ദാറ്റ് ദ ഫാദർ ഹാസ് എൻട്രസ്റ്റഡ് അപ്പോൺ മീ. എന്നിൽ മേൽ പിതാവ് എന്നെ ഭരമേൽപ്പിച്ചിരിക്കുന്ന ദൗത്യം ഞാൻ എങ്ങനെ നിർവഹിക്കുന്നുള്ളത് തിരഞ്ഞെടുത്ത് കഴിഞ്ഞു. ഒന്ന്, ഞാൻ അത്ഭുതം കാണിച്ച് മറ്റുള്ളവർക്ക് ഭക്ഷണം കൊടുത്ത് ലോകത്തിൻ്റെ ഒരു മാർഗത്തിലൂടെ സാധാരണ രാജാക്കന്മാർ കൊടുക്കുന്നത് പോലെ സമ്മാനം കൊടുത്തല്ല ഞാൻ രാജ്യം സ്ഥാപിക്കുന്നത്. പ്രത്യുത സമ്മാനമല്ല, പ്രത്യുത എന്നെ തന്നെ നൽകിക്കൊണ്ടാണ്, ക്രൂശിക്കപ്പെട്ടുകൊണ്ടാണ്. ക്രൂശ് അവൻ ചൂസ് ചെയ്യുകയാണ്. രണ്ടാമത്, ജനങ്ങളുടെ മധ്യത്തിൽ ആള് കളിക്കാൻ, അല്ലെങ്കിൽ ജനങ്ങളോട് ഇത് പ്രൊക്ലെയിം ചെയ്യാനായിട്ട് ഭൗമികമായ അല്ലെങ്കിൽ ലൗകികമായ ലോകത്തിൻ്റെ ഒരു മാർഗം തിരഞ്ഞെടുക്കാനായിട്ട് പിശാച് അവനെ പ്രലോഭിപ്പിക്കുന്നു. കർത്താവ് പറഞ്ഞു, നോ, നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത്. ഞാൻ ചെയ്യാനുള്ള കാര്യങ്ങൾ ഞാൻ പബ്ലിക്കാക്കി മറ്റുള്ളവരുടെ മുമ്പിൽ കാണിക്കാൻ വേണ്ടിയുള്ള പരിശ്രമമൊന്നും എനിക്ക് ഇല്ല. നമുക്കൊക്കെ ഉണ്ടാകാവുന്ന ടെംപ്റ്റേഷൻസാണിത്. ദൈവം നമ്മളെ ഫലമേൽപ്പിച്ചിരിക്കുന്ന ദൗത്യം മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന
ഒരു നോർമലായിട്ടുള്ള കാര്യം. പക്ഷേ കർത്താവ് പറഞ്ഞു, നോ, ദാറ്റ് ഈസ് നോട്ട് മൈ വേ. അടുത്തതായിട്ട് എന്താണ് അവൻ പറയുകയാണ്? എന്താ? ഒരു കോംപ്രമൈസ്, ഒരു കൂട്ടുകൃഷി എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ കർത്താവ് പറഞ്ഞു, ഒരിക്കലുമില്ല. ഐ വിൽ വർഷിപ്പ് ഗാഡ് മൈ ലോർഡ് ആൻഡ് ഹിം അലോൺ. നിൻ്റെ ദൈവമായ കർത്താവിനെ, അവനെ മാത്രമേ നമസ്കരിക്കാവൂ. യേശു കർത്താവിൻ്റെ ഒരു തീരുമാനം അതാണ്. വേറെ യാതൊന്നും അതിനകത്തേക്ക് കൂട്ടിച്ചേർക്കുന്നില്ല. നമ്മളൊക്കെ പലപ്പോഴും കുറച്ച് ലൗകികതയും കുറച്ച് ബുദ്ധിയും കുറച്ച് ദൈവനിയോഗവും എല്ലാം കൂടി ഒരുമിച്ച് ചേർക്കാനായിട്ട് പരിശ്രമിക്കുന്നുണ്ട്. പക്ഷേ യേശു കർത്താവ് പറഞ്ഞു, അവനെ മാത്രമേ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ നിയമം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ദൗത്യം നമ്മൾ നിർവഹിക്കുന്നതിനിടയ്ക്ക് നമുക്ക് എന്ത് കയറ്റാൻ പാടില്ല? നമ്മുടെ ബുദ്ധി കയറ്റാൻ പാടില്ല, പണം കയറ്റാൻ പാടില്ല. പ്രലോഭനങ്ങൾ ഒത്തിരി ഉണ്ടാകും. നമ്മളുടെ ഇൻഫ്ലുവൻസ് ഉപയോഗിക്കാനായിട്ട് പാടില്ല. ഇതൊന്നും ആവശ്യമില്ല. കാര്യം നാം നമസ്കരിക്കുന്ന ആരെ മാത്രമാകണം? യേശുവിനെ മാത്രമാകണം, കർത്താവിനെ മാത്രമാകണം, ദൈവത്തെ മാത്രമാകണം. എൻ്റെ ദൗത്യ നിർവഹണത്തിൽ വേറെ ഒന്നും അതിനോട് ചേർത്ത് കൂട്ടുപിടിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ യേശു കർത്താവിനെ പരിചയപ്പെടുത്തുന്നതായ മത്തായിയുടെ ആ 4 അധ്യായങ്ങളിലായിട്ട് വരുന്നത്, 1, പാപിക്ക് വിമോചനം നൽകാൻ വരുന്നവനായ കർത്താവ്. 2, രാജാവായി പിറന്നവൻ. അവൻ വീണ്ടെടുക്കുന്നവനാണ്. പക്ഷെ വീണ്ടെടുത്ത് വെറുതെ വിടുകയല്ല, സ്വതന്ത്രരായി വിടുകയുമല്ല, നമ്മളെ ഭരിക്കാൻ വേണ്ടി രാജാവായി പിറക്കുന്നവൻ. 3, രാജ്യത്തിൻ്റെ ആഗമനം. രാജ്യം വന്നു എന്നുള്ള എന്താണ് ഒരു പ്രൊക്ലമേഷൻ. യോഹന്നാനിലൂടെ രാജാവിന് മുന്നോടിയായി വരുന്ന യോഹന്നാൻ പറയുകയാണ്, ഇതാ രാജാവ് വന്നെത്തിയിരിക്കുന്നു, അവനെ കാണണമെങ്കിൽ ഇനി അവനെ നോക്ക്. രാജ്യത്തിൻ്റെ ആഗമനത്തിൻ്റെ കാഹളധ്വനി. അടുത്തതായിട്ട് വിമോചകനായി വന്ന യേശു, പാപിക്ക് വിമോചനം നൽകാൻ രാജാവായി പിറന്നവൻ, രാജ്യത്തിൻ്റെ ആഗമനത്തിൻ്റെ കാഹളധ്വനി. അടുത്തതായിട്ട് എങ്ങനെയുള്ള രാജാവാണ് താൻ എന്ന് അവൻ ലോകത്തിന് വെളിപ്പെടുത്തുന്നു. എങ്ങനെ? നമ്മുടെ ശ്രേഷ്ഠനായി വെള്ളത്തിലിറങ്ങി ലോകത്തിന് തന്നെ വെളിപ്പെടുത്തുന്നവനായ മശിഹ. അത് ദൈവത്തിന് പ്രസാദകരമായി. കാരണം ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ച് ദൈവികമായ എല്ലാ സൂപ്പർ നാച്ചുറൽ എബിലിറ്റീസ് ഉപയോഗിച്ച് ഒരു രാജാവാകുവാനല്ല കർത്താവ് തീരുമാനമെടുത്തത്. പ്രത്യേകത എന്താണ്? ആസ് എ മാൻ, സകലത്തിലും തൻ്റെ സഹോദരന്മാരോട് സദൃശനായിക്കൊണ്ട് ആത്മാവ് അവൻ്റെ മേൽ ആവാസം ഉറപ്പിച്ചു എന്ന് തന്നെയല്ല, പിതാവ് സംതൃപ്തിയോടെ അവന് ആശിഷ വചനങ്ങൾ നൽകുകയാണ്. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവന് ഞാൻ പ്രസാദിക്കുന്നു. തൻ്റെ രാജ്യരൂപീകരണത്തിന്, അഥവാ എങ്ങനെയുള്ള രാജ്യമാണ് താൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ വ്യാപിപ്പിക്കുവാൻ ഉദ്ദേശിക്കുന്നത്, അതിൻ്റെ മാർഗം എന്തായിരിക്കണം, തൻ്റെ ദൗത്യത്തിൻ്റെ നിറവേറ്റലിൻ്റെ മാർഗം എന്തായിരിക്കണമെന്ന് യേശു തീരുമാനമെടുക്കുന്നു. അതാണ് നമ്മൾ യേശുവിൻ്റെ പ്രലോഭനങ്ങളുടെ ചരിത്രത്തിലൂടെ കാണുന്നത്. ഇനി അടുത്തതായിട്ട് കാണുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവൻ രാജ്യം സ്ഥാപിക്കാൻ പോകുകയാണെങ്കിൽ അവന് ചില കൂട്ടുപ്രവർത്തകരെ വേണം. He cannot do it by himself. Of course he can, but that is not a godly way. He was ready to accept many people to be with him. അവനോട് കൂടെ കൂടുതൽ ആളുകളെ സ്വീകരിക്കാൻ അവൻ തയ്യാറായിരുന്നു. നമ്മൾ മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ 18 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവൻ്റെ രാജ്യത്തിൻ്റെ പ്രവർത്തനം വ്യാപിപ്പിക്കുന്നതിന് കൂട്ടാളികളെ തിരക്കുകയാണ്. 4-ാം അധ്യായത്തിൻ്റെ 18 മുതലുള്ള വാക്യങ്ങൾ, അവൻ ഗലീല കടൽപ്പുറത്ത് നടക്കുമ്പോൾ പത്രോസ് എന്നു പേരുള്ള ശിമോൻ, അവൻ്റെ സഹോദരനായ അന്ത്രയാസ് എന്നിങ്ങനെ മീൻപിടിക്കാരായ 2 സഹോദരന്മാർ കടലിൽ വല വീശുന്നത് കണ്ടു. എൻ്റെ പിന്നാലെ വരുകയും ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും എന്ന് അവരോട് പറഞ്ഞു. അവർ ഉടനെ വല വിട്ടേച്ച് അവനെ അനുഗമിച്ചു. അവിടെ നിന്ന് മുമ്പോട്ട് പോയാറെ സെബദിയുടെ മകൻ യാക്കോബും അവൻ്റെ സഹോദരൻ യോഹന്നാനും എന്ന വേറെ 2 സഹോദരന്മാർ പടകിലിരുന്ന് അപ്പനായ സെബദിയുമായി വല നന്നാക്കുന്നത് കണ്ടു. അവരെയും വിളിച്ചു. അവരും ഉടനെ പടകിനെയും അപ്പനെയും വിട്ട് അവനെ അനുഗമിച്ചു. നോക്ക്, അവൻ രാജാവാണെങ്കിൽ ആ രാജ്യത്തിൻ്റെ പ്രവർത്തന മുന്നേറ്റത്തിന് വേണ്ടി അവൻ എന്ത് ചെയ്യുകയാണ്? കൂട്ടാളികളെ ചേർക്കുകയാണ്. അങ്ങനെ കൂട്ടാളികളെ ചേർത്ത് ഈ ഭാഗം നമ്മൾ മറ്റ് ഭാഗങ്ങളിലൊക്കെ മർക്കോസിൻ്റെ സുവിശേഷത്തിലും എല്ലാം നമ്മളത് കാണുന്നുണ്ട്. മർക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായത്തിൻ്റെ 13 മുതലുള്ള വാക്യങ്ങൾ. അവൻ പിന്നെയും കടൽക്കര ചെന്നു, പുരുഷാരമൊക്കെ അവൻ്റെ അടുക്കൽ വന്നു, അവൻ അവരെ ഉപദേശിച്ചു. പിന്നെ അവൻ കടന്നു പോകുമ്പോൾ അൽഫായിയുടെ മകനായ ലേവി ചുങ്കസ്ഥലത്തിരിക്കുന്നത് കണ്ടു. എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞു. അവൻ എഴുന്നേറ്റ് അവനെ അനുഗമിച്ചു. അവൻ വീട്ടിൽ പന്തിയിലിരിക്കുമ്പോൾ ചുങ്കക്കാരും പാപികളും അവൻ്റെ ശിഷ്യന്മാരോടും കൂടെ പന്തിയിൽ ഇരുന്നു. ഇപ്പം നോക്കുക, അവനെ അനുഗമിച്ചവർ അനേകർ ആയിരുന്നു. നോക്കുക, ഹി വാസ്
ഇൻവൈറ്റിംഗ് പീപ്പിൾ ടു ബി വിത്ത് ഹിം. ഇൻവൈറ്റിംഗ്, അവനോട് ചേർന്ന് വരുവാനായിട്ട്, അല്ലെങ്കിൽ അവൻ്റെ രാജ്യത്തിൻ്റെ വ്യാപ്തിക്ക് വേണ്ടി അവൻ എന്ത് ചെയ്യുന്നു? ആളുകളെ തിരഞ്ഞെടുക്കുകയാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഈ ശിഷ്യന്മാരെ, അല്ലെങ്കിൽ തന്നോടുകൂടെ ഇരിക്കാനായിട്ട് ആളുകളെ തിരഞ്ഞെടുത്തതിന് ശേഷമാണ്, അതിനോട് അനുബന്ധമായിട്ടാണ് വാസ്തവത്തിൽ നമ്മൾ ഈ സെർമൺ ഓൺ ദ മൗണ്ട് നമ്മൾ കാണുന്നത്. 6-ാം അധ്യായത്തിൻ്റെ 12 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, ആ കാലത്ത് അവൻ പ്രാർത്ഥിക്കേണ്ടതിന് ഒരു മലയിൽ ചെന്ന് ദൈവത്തോട് പ്രാർത്ഥനയിൽ രാത്രി കഴിച്ചു. നേരം വെളുത്തപ്പോൾ അവൻ ശിഷ്യന്മാരെ അടുക്കെ വിളിച്ചു. അവരിൽ 12 പേരെ തിരഞ്ഞെടുത്തു. അവർക്ക് അപ്പോസ്തലന്മാർ എന്ന് പേർ വിളിച്ചു. അവർ ആരെന്നാൽ, പത്രോസ് എന്ന് അവൻ പേർ വിളിച്ച ശിമോൻ, അവൻ്റെ സഹോദരനായ അന്ത്രയാസ്, യാക്കോബ്, യോഹന്നാൻ, ഫിലിപ്പോസ്, ബർത്തലമായി, മത്തായി, തോമസ്, അൽഫായുടെ മകൻ യാക്കോബ്, എരിവുകാരനായ ശിമോൻ, യാക്കോബിൻ്റെ സഹോദരനായ യൂദാ, ദ്രോഹിയായി തീർന്ന ഇസ്കറിയാത്ത് യൂദാ എന്നിവർ തന്നെ. അവൻ അവരോടുകൂടെ ഇറങ്ങി സമഭൂമിയിൽ നിന്നു. അവൻ്റെ ശിഷ്യന്മാരുടെ കൂട്ടവും യഹൂദയിൽ എല്ലായിടത്തു നിന്നും യെരുശലേമിൽ നിന്നും സോർ, സീദോൻ എന്ന സമുദ്രതീരങ്ങളിൽ നിന്നും അവൻ്റെ വചനം കേൾപ്പാനും രോഗശാന്തി കിട്ടുവാനും വന്ന ബഹുപുരുഷന്മാരും ഉണ്ടായിരുന്നു. അശുദ്ധാത്മാക്കൾ ബാധിച്ചവരും ഉണ്ടായിരുന്നു. അശുദ്ധാത്മാക്കൾ ബാധിച്ചവരും സൗഖ്യം പ്രാപിച്ചു. ശക്തി അവനിൽ നിന്ന് പുറപ്പെട്ട എല്ലാവരെയും സൗഖ്യമാക്കുകൊണ്ട് പുരുഷാരമൊക്കെയും അവനെ തൊടുവാൻ ശ്രമിച്ചു. അനന്തരം അവൻ ശിഷ്യന്മാരെ നോക്കി പറഞ്ഞത്, ദരിദ്രരായ നിങ്ങൾ ഭാഗ്യവാന്മാർ, ദൈവരാജ്യം നിങ്ങൾക്കുള്ളത്. നോക്ക്, യേശു കർത്താവ് 12 ശിഷ്യന്മാരെ തെരഞ്ഞെടുത്ത് അനന്തരം അവൻ ശിഷ്യന്മാരെ നോക്കി പറഞ്ഞത്. ബഹുപുരുഷാരം അവൻ്റെ അടുത്ത് എന്തിനു വേണ്ടി വന്നു? രോഗസൗഖ്യം കിട്ടാനായിട്ടൊക്കെ വന്നു. അവർക്കൊക്കെ അവൻ രോഗസൗഖ്യം കൊടുത്തു, അതൊക്കെ ചെയ്തു. അവൻ്റെ മനസ്സിൽ അവൻ കാര്യങ്ങളൊക്കെ ചെയ്തു. പക്ഷേ ഗിരിപ്രഭാഷണം എന്ന് മത്തായിയുടെ പുസ്തകത്തിൽ വായിക്കുന്നത് ഇവിടെ എന്താണ്? സമഭൂമിയിൽ വെച്ച് അവൻ പറയുന്ന ഭാഗമാണ്. ആ ഗിരിപ്രഭാഷണം തുടങ്ങുമ്പോൾ അവൻ പുരുഷാരത്തെ മൊത്തമായിട്ട് അഭിസംബോധന ചെയ്യുന്നതിന് പകരം ഇപ്പോൾ ആരെ നോക്കുകയാണ്? അനന്തരം അവൻ ശിഷ്യന്മാരെ നോക്കി പറഞ്ഞത്, ദരിദ്രരായ നിങ്ങൾ ഭാഗ്യവാന്മാർ, ദൈവരാജ്യം അവർക്കുള്ളത്. അപ്പോൾ ഈ സെർമൺ ഓൺ ദ മൗണ്ട് അല്ലെങ്കിൽ ഗിരിപ്രഭാഷണം എന്ന് പറയുന്നത് അടിസ്ഥാനപരമായി ആർക്കുള്ള സന്ദേശമാണ്? ശിഷ്യന്മാർക്കുള്ള സന്ദേശമാണ്. ഇത് നമ്മൾ മനസ്സിലാക്കണം. ഇറ്റ് ഈസ് എ മെസ്സേജ് ഫോർ ദ ഡിസൈപ്പിൾസ്. അല്ലെങ്കിൽ യേശുവിൻ്റെ രാജ്യത്തിലേക്ക് പ്രവേശിക്കുവാനുള്ളവർക്കുള്ള ഒരു എലിജിബിലിറ്റി കോഴ്സ്, എലിജിബിലിറ്റി ഒന്നുമല്ല, അല്ലെങ്കിൽ എന്താണ് അതിന് അങ്ങനെ വരാൻ ഉദ്ദേശിക്കുന്നവർക്ക് വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്താൽ നിങ്ങൾ ശിഷ്യന്മാരാകുമെന്നല്ല, അതല്ല പറയുന്നത്. ഇറ്റ് ഈസ് പ്രൈമറിലി എ മെസ്സേജ് ഫോർ ദ ഡിസൈപ്പിൾസ്. യേശുവിൻ്റെ ശിഷ്യന്മാർക്ക് വേണ്ടിയുള്ള ഒരു സന്ദേശമാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ഭാഗത്തൂടെ വായിച്ചത്. എന്ത്? അവൻ ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തു. പ്രാർത്ഥനയോടുകൂടെ അവൻ 12 ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തു. പിറ്റേ ദിവസം അവൻ ശുശ്രൂഷയിലെല്ലാം ഇൻവോൾവ് ചെയ്യുന്നുണ്ടെങ്കിലും ശിഷ്യന്മാരെ നോക്കിയാണ് അവൻ ഈ കാര്യങ്ങൾ പറയുന്നത്. ബാക്കിയുള്ളവർ ഒരു പക്ഷേ ഓവർ ഹിയർ ചെയ്ത് കാണും. പക്ഷേ ബേസിക്കലി ദിസ് മെസ്സേജ് ഈസ് ഫോർ ദ ഡിസൈപ്പിൾസ്. നമ്മൾ ഗിരിപ്രഭാഷണത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടതായ അടിസ്ഥാന ഘടകങ്ങൾ ഇതാണ്. ഒന്ന്, യേശുവിനെ അറിഞ്ഞിട്ട് മാത്രമേ യേശുവിൻ്റെ ഉപദേശങ്ങളെ അറിയാൻ കഴിയത്തുള്ളൂ. യേശു ആരാണ് എന്നുള്ളത് നമ്മൾ അറിയണം. യേശു ആരാണ് എന്നാണ് മത്തായി 1 മുതൽ 4 വരെയുള്ള ചാപ്റ്റേഴ്സിൽ നമുക്ക് മനസ്സിലാക്കത്തക്ക നിലയിൽ ഒരു വളരെ ലളിതമായി കാര്യങ്ങൾ പറഞ്ഞിരിക്കുകയാണ്. 1, അവൻ വിമോചകനാണ്. 2, അവൻ വിമോചകൻ മാത്രമല്ല, അവൻ രാജാവാണ്. 3, അവനൊരു രാജ്യമുണ്ട്, ആ രാജ്യത്തിൻ്റെ പ്രഘോഷകനായി യോഹന്നാൻ വന്നിരിക്കുകയാണ്. 4, ഈ രാജ്യത്തിൽ വരുന്ന രാജാവ് എങ്ങനെയുള്ള രാജാവാണെന്ന് അവൻ തൻ്റെ സ്നാനത്തിലൂടെ കാണിച്ചു കൊടുത്തു. നമ്രശിരസ്കനായി ഇറങ്ങി വരുന്ന ദൈവത്തിൻ്റെ എല്ലാ ഉന്നതമായ അവസ്ഥയോടുകൂടെ അല്ല, പ്രത്യുത ഹി വാസ് കമ്മിങ് ഡൗൺ. അവൻ താഴേക്ക് ഇറങ്ങി വന്ന താഴ്ചയുള്ളവനായ, താഴ്ച വന്നവനായ യേശു. അങ്ങനെയാണ് അവൻ ഒരു വ്യത്യസ്തനായ രാജാവാണ്. അടുത്തത്, അവൻ്റെ ടെംപ്റ്റേഷൻസിലൂടെ അവൻ എങ്ങനെയാണ് തൻ്റെ രാജ്യം സ്ഥാപിക്കുന്നത്, അഥവാ പിതാവ് അവനെ ഫലമേൽപ്പിച്ചിരിക്കുന്നതായ ദൗത്യം എങ്ങനെ നിർവഹിക്കണമെന്നുള്ള തീരുമാനം അവൻ എടുക്കുകയാണ്. പിശാച് അവനോട് പറഞ്ഞു, അപ്പം കൊടുത്ത് നീ രാജ്യം സ്ഥാപിക്കാൻ. കർത്താവ് പറഞ്ഞു, അപ്പം കൊടുത്തിട്ടല്ല ഞാൻ രാജ്യം സ്ഥാപിക്കുന്നത്, ഞാൻ എന്നെ തന്നെ കൊടുത്തുകൊണ്ടാണ് രാജ്യം സ്ഥാപിക്കുന്നത്. പിശാച് അവനോട് പറഞ്ഞു, നീ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളൊക്കെ നാട്ടുകാരെ കാണിക്കാനായിട്ട് നീ ദേവാലയത്തിൻ്റെ അഗ്രത്തിൽ താഴോട്ട് ചാട്,
പക്ഷേ കർത്താവ് പറഞ്ഞു അങ്ങനെ മറ്റുള്ളവരുടെ മുമ്പാകെ വെളിപ്പെടുത്തേണ്ടതിന് വേണ്ടി പരസ്യപ്പെടുത്താനുള്ള ഒരു പദ്ധതികളും ഒരു ഗിമ്മിക്സും ഞാൻ എന്ത് ചെയ്യുന്നില്ല, ഉപയോഗിക്കുകയില്ല. വീണ്ടും പിശാച് അവനോട് പറയുകയാണ്, ഒരു കാര്യം ചെയ്യുക, നീ വെറുതെ ക്രൂശിക്കപ്പെടേണ്ട കാര്യമൊന്നുമില്ല, നീ എൻ്റെ കൂടെ കൂടുകയാണെങ്കിൽ നമുക്ക് ഒരുമിച്ചിത് ഭരിക്കാം. പക്ഷേ കർത്താവ് പറഞ്ഞു, നീ നിൻ്റെ ദൈവമായ കർത്താവിനെ മാത്രമേ നമസ്കരിക്കാമെന്ന് എഴുതിയിരിക്കുന്നു. ദൈവരാജ്യം സ്ഥാപിക്കുന്നതിന് ഒരു മാർഗമുണ്ട്. ആ മാർഗം അവൻ തീരുമാനമെടുക്കുകയാണ്. അത് ക്രൂശിൻ്റെ മാർഗമാണ്, അല്ലാതെ അത്ഭുതങ്ങളുടെ മാർഗം അല്ല. എന്നിട്ട് രാജ്യസ്ഥാപനത്തിന് വേണ്ടി അവൻ എന്ത് ചെയ്യുകയാണ്? കൂട്ടാളികളെ തിരഞ്ഞെടുക്കുകയാണ്. ആ കൂട്ടാളികളായ അവൻ്റെ ശിഷ്യന്മാർക്ക്, 12 പേർക്ക് മാത്രമല്ല, ദൈവരാജ്യ സ്ഥാപനത്തിന് വേണ്ടി കൂട്ടാളികളാക്കിയിരിക്കുന്ന ഇന്ന് ഇവിടെ ഇരിക്കുന്ന നമുക്കുൾപ്പെടെയുള്ള എല്ലാവർക്കും ബാധകമായതാണ്, അവർക്ക് വേണ്ടിയുള്ളതാണ് ഗിരിപ്രഭാഷണം.